നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം ഈ മാസം 24-ാം തീയതി വെള്ളിയാഴ്ച നടക്കാൻ പോവുകയാണ്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതൊരു എവേ മത്സരമാണ്. നമുക്ക് ഇവരുടെ ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ISL ടേബിളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനത്തും ഈസ്റ്റ് ബംഗാൾ 11ാം സ്ഥാനത്തുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാനായാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്ലേ ഓഫ് സാധ്യത കാണുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FCയെ തള്ളി 6ാം സ്ഥാനത്തേക്ക് വരുന്നതാണ്. ഇനി ഇവരുടെ ഹെഡ് ടു ഹെഡ് മത്സരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ടോട്ടൽ 9 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. ഈ 9 മത്സരങ്ങളിൽ 4 മത്സരം, അതായത് 44% കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. 2 മത്സരങ്ങൾ മാത്രമേ ഈസ്റ്റ് ബംഗാളിന് വിജയിക്കാനായിട്ടുള്ളൂ, 22%. ബാക്കി 3 മത്സരങ്ങളും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഈസ്റ്റ് ബംഗാളിന്റെയും അവസാനത്തെ 5 മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് മുൻതൂക്കം. കേരള ബ്ലാസ്റ്റേഴ്സ് ടോട്ടൽ 3 വിജയം, 1 സമനില, 1 തോൽവി. എന്നാൽ ഈസ്റ്റ് ബംഗാൾ ആകട്ടെ ഒരേ ഒരു വിജയം മാത്രമേ ലാസ്റ്റ് 5 മത്സരങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ, 1 സമനിലയും ബാക്കി 3 മത്സരങ്ങളും തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 4 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള അവസാനത്തെ 4 മത്സരങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് 4 മത്സരങ്ങൾ എന്ന് പറയുമ്പം അവസാന മത്സരം സെപ്റ്റംബർ 22, 2024 അത് 2-1 കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് തൊട്ട് മുന്നേയുള്ള കളി ഏപ്രിൽ 2024 അത് 2-4 ഈസ്റ്റ് ബംഗാളാണ് വിജയിച്ചത്. അതിന് മുന്നേയുള്ള കളി 2-1 കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയിച്ചു. അതിന് തൊട്ട് മുന്നേയുള്ള കളി ഫെബ്രുവരി 2023 അത് 1-0 ഈസ്റ്റ് ബംഗാൾ വിജയിച്ചു. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരുന്നിട്ടുള്ള നമ്മുടെ സ്വന്തം ഡിമിത്രിയോസ് ഡയമൻഡക്കോസും ജീക്സൺ സിംഗ് തനോജവും ഇവർ രണ്ടുപേരും ഇത്തവണ ഈസ്റ്റ് ബംഗാളിന്റെ ടീമിലാണ് കളിക്കുന്നത്. രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ട് കളിക്കാൻ വരുന്നതെന്നുള്ളതാണ് ഇതിന്റെ ഈ കളിയുടെ മറ്റൊരു പ്രത്യേകത. ഈസ്റ്റ് ബംഗാളിന്റെ അവസാനത്തെ മത്സരം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗോവ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ ആയിരുന്നു ലാസ്റ്റ് മത്സരം ഈസ്റ്റ് ബംഗാൾ കളിച്ചിട്ടുള്ളത്. ഈ മത്സരത്തിൽ 1-0 ഗോവയോട് ഈസ്റ്റ് ബംഗാൾ തോൽക്കുകയായിരുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോടാണ്. നിങ്ങൾക്കറിയാം, ആ മത്സരം 10 പേരെ ചുരുങ്ങിയിട്ടും നമ്മൾ സമനില 0-0 സമനിലയിൽ നോർത്ത് ഈസ്റ്റിന് പിടിച്ചു കെട്ടി എന്നുള്ളതാണ് നമ്മുടെ സ്വന്തം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ നമ്മുടെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള അവസാന മത്സരത്തിലേക്ക് ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2-1 ആ കളി വിജയിച്ചത്. ആ കളി വിജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തിരിച്ചുവരവായിരുന്നു. 59ാം മിനിറ്റിൽ വിഷ്ണുവിലൂടെ ഈസ്റ്റ് ബംഗാൾ ഒരു ഗോളടിച്ച് അവർ മുന്നിലെത്തിയെങ്കിലും ആഫ്റ്റർ 63 മിനിറ്റ്സ് 63ാം മിനിറ്റിൽ നോഹയുടെ ഒരു ഗോളിലൂടെ നമ്മൾ സമനിലയിലേക്ക് വന്നു. 88ാം മിനിറ്റിൽ പെപ്രയുടെ ഒരു ഗോളിലൂടെ നമ്മൾ വിജയ ഗോൾ സ്വന്തമാക്കി. നമുക്കൊരു പോസിബിൾ 11ലേക്ക് വരാം. അതിനു മുന്നേ ആക്ച്വലി ഈസ്റ്റ് ബംഗാൾ എങ്ങനെ പോയാലും നമ്മുടെ ഫോർമേഷൻ 4-4-2 തന്നെ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ സ്ഥിരം 4-2-3-1 ഫോർമേഷനിലും കളിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു പോസിബിൾ 11ലേക്ക് പോവാം. പോസിബിൾ 11ലേക്ക് പോകുമ്പോൾ സച്ചിൻ സുരേഷ് തന്നെയാണ് ഗോൾ കീപ്പർ സ്ഥാനത്ത് ഉണ്ടാവുക. ആൻഡ് നമുക്ക് സെൻട്രൽ ബാക്കുകളായിട്ട് മിലോസും ഹോർമിപ്പാവും ഉണ്ടാവും. റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഇത്തവണ സന്ദീപിനെ ഇറക്കും. ആൻഡ് നവോച്ച സിംഗ് സസ്പെൻഷന് ശേഷം തിരിച്ചു വരികയാണ് ഈ കളിയിലൂടെ. ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ നമുക്ക് ഇത്തവണ ഫ്രെഡിയും അതുപോലെ നമ്മുടെ വിപിൻ പരിക്കുമാർ തിരിച്ചു വന്നെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പുതിയ സൈനിങ് ആയ ദൂസൻ ലഗാത്തോർ ഇത്തവണ ഡിഫൻസീവ് മിഡിൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റൈറ്റ് വിങ്ങിൽ കൂറു സിംഗും ലെഫ്റ്റ് വിങ്ങിൽ നോവ സുദയും സെൻറ്ററിൽ നമ്മുടെ അഡ്രിയാൻ ലൂണയും ഉണ്ടാകും. ആൻഡ് നമ്മുടെ ഫോർവേഡ് നമ്മുടെ 9ാം നമ്പറിൽ കളിക്കുന്നത് ജീസസ് ജിമനസ് ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈസ്റ്റ് ബംഗാൾ ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമുക്ക് വിജയിച്ചേ പറ്റൂ. വിജയിച്ചാൽ ഒരു പ്ലേ ഓഫ് സാധ്യതയും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ മത്സരം നമ്മൾ വിജയിക്കുമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.